ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പരിഹസിച്ചുകൊണ്ട് അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പരാമർശം രാജ്യത്ത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അംബേദ്കർക്കെതിരെയുള്ള അമിത്ഷായുടെ പരാമർശം ഭയം നിറഞ്ഞതും പരിഹരിക്കാൻ സാധിക്കാത്തതുമായ നിരവധി കാരണങ്ങൾ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ജാതി മതവെറികൾ തകർത്താടിയ ഇന്ത്യൻ സമൂഹത്തിൽ മനുഷ്യൻ, മനുഷ്യത്വം എന്നിവ അവതരിപ്പിച്ച അംബേദ്കറുടെ പേരാണ് ഏതൊരു ഇന്ത്യൻ പൗരനും ഉരുവിടേണ്ടതെന്നും അംബേദ്കറുടെ ആശയങ്ങൾ BJPയുടെ അജണ്ടയുമായി അടിസ്ഥാനപരമായി വിയോജിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJP എന്നും അംബേദ്കറെ ഭയപ്പെടുന്നത്. ഒരു കാലത്തും അംബേദ്കറുമായി താരതമ്യം പ്രാപിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. BJPയുടെ വെറുപ്പിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമായി അംബേദ്കറുടെ ആശയങ്ങൾ ഒത്തുപോകുന്നില്ല എന്നതാണ് കാരണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി രാഷ്ട്രീയ നേട്ടത്തിനായി BJP അംബേദ്കറെ ആദരിക്കാൻ ശ്രമിക്കുമ്പോൾ ജാതിയെയും മതത്തെയും കുറിച്ചുള്ള അംബേദ്കറുടെ വിപ്ലവകരമായ ആശയങ്ങൾ അവരുടെ വിശാലമായ അജണ്ടകളുമായി അടിസ്ഥാനപരമായി വിയോജിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ അംബേദ്കർ ഒരു പഠന വിഷയമാക്കുന്നതും ഇന്ത്യയുടെ ഭൂതകാലത്തെയും സമകാലിക രാഷ്ട്രീയ അവസ്ഥയെയും വിവരിക്കുവാൻ അംബേദ്കർ ചിന്താ പദ്ധതി സഹായിക്കുന്നതും BJPക്ക് ശ്രമിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ദളിതരുടെയും പിന്നോക്ക ജാതിക്കാരുടെയും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഐക്കണായി മാറുന്നത് അംബേദ്കർ എന്ന ഒരാൾ മാത്രമാണ്. അമിത്ഷാ അംബേദ്കറെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അംബേദ്കർ, അംബേദ്കർ, അംബേദ്കർ. ഇപ്പോൾ ഇതൊരു ഫാഷൻ ആയിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നതിന് പകരം ഭഗവാന്റെ നാമം ഇത്രയും തവണ ഉച്ചരിച്ചിരുന്നുവെങ്കിൽ അവരിപ്പോൾ സ്വർഗത്തിൽ പോകുമായിരുന്നു. ഭരണഘടനാ ശില്പിയായ B.R. അംബേദ്കറിനെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ ഈ പരാമർശത്തിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള എല്ലാ രാജ്ഭവനുകളും കേന്ദ്രീകരിച്ച് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അതേസമയം അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരിക്കുകയാണ്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിലൂടെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തികൾ മറയ്ക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് തെറ്റിദ്ധരിക്കുന്നതെന്നും എന്നാൽ ജനങ്ങൾക്ക് സത്യമറിയാമെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷത്തെ മഹത്തായ യാത്ര എന്ന ചർച്ചയ്ക്ക് പാർലമെന്റിൽ മറുപടി പറയുന്നതിനിടയിലായിരുന്നു അമിത്ഷായുടെ വിവാദ പ്രസ്താവന വന്നത്. ഭരണഘടനാ ശില്പിയും ദളിത് നേതാവുമായ അംബേദ്കറിനോടും അദ്ദേഹത്തിന്റെ ആശയങ്ങളോടുമുള്ള എതിർപ്പ് BJP സർക്കാർ പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമായല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തിരുത്തുകയും അതിൽ നിന്നും സോഷ്യലിസ്റ്റ് പദം ഒഴിവാക്കുകയും ചെയ്തത് വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. 2018 യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ഡോക്ടർ ഭീംറാവ് അംബേദ്കർ എന്ന പേര് മാറ്റി ഭീംറാവ് രാംജി അംബേദ്കർ എന്നാക്കിയതും ചർച്ചയായിരുന്നു. അംബേദ്കറെ രാമഭക്തനാക്കി ചിത്രീകരിക്കാനുള്ള BJPയുടെ അജണ്ടയാണതെന്നും അന്ന് വിഷയത്തിൽ അംബേദ്കറുടെ കൊച്ചുമകനായ പ്രകാശ് അംബേദ്കർ പ്രതികരിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുന്ന നിലപാടുകളാണ് ഇപ്പോഴും BJP സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ആരെയും സർക്കാർ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ദേശീയ നേതാക്കൾ അടക്കം പറയുമ്പോഴും പലപ്പോഴും അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്.